ഓണം സദ്യയും പൂക്കളവും ആഘോഷങ്ങളും മാത്രമാണോ? ഇന്നത്തെ കുട്ടികളോട് ഓണം എന്താണ് എന്ന് ചോദിച്ചാൽ പൂക്കളം, ഓണം സദ്യ, അല്ലെങ്കിൽ അവർ ഇന്ന് കാണുന്ന പലതരം ഗെയിംസ്, പുലികളി എന്നൊക്കെയാവും പറയാല്ലേ. പക്ഷെ എന്തിനാണ് നമ്മൾ പൂക്കളം ഇടുന്നത്? ആരാണ് മഹാബലി? വാമനൻ ആരാണ്? എന്താണ് തൃക്കാക്കരപ്പൻ? ഇതൊക്കെ എത്ര കുട്ടികൾക്കറിയാം? മഹാബലിയെക്കുറിച്ച് പലരും കേട്ടിട്ടുള്ളത് വാമനൻ മഹാബലിയെ ചവിട്ടി പാതാളത്തിലേക്ക് അയച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷെ കഥ അത്ര സിമ്പിൾ അല്ല. പുരാണങ്ങളിൽ മഹാബലി ദാനശീലനും വാക്കുപാലിക്കുന്നവനുമായ ശക്തനായ രാജാവാണ്. വാമനൻ 3 അടി മണ്ണ് ചോദിച്ചു. വിശ്വരൂപം പ്രാപിച്ചപ്പോൾ 2 ചുവടിൽ ഭൂമിയും ആകാശവും അളന്നു. 3ാമത്തെ ചുവടിനായി മഹാബലി സ്വന്തം തല സമർപ്പിച്ചു. പുരാണ കഥ പ്രകാരം മഹാബലിക്ക് സുതലത്തിൽ വാസം ലഭിച്ചു. ശിക്ഷയായിട്ടല്ല, അദ്ദേഹത്തിന്റെ ഭക്തിയും സത്യനിഷ്ഠയും കണ്ട് ലഭിച്ച അനുഗ്രഹമായി. വിഷ്ണു തന്നെ അദ്ദേഹത്തിന്റെ കാവൽക്കാരനായി അവിടെ നിലകൊള്ളുന്നു എന്നും വിശ്വാസമുണ്ട്. കേരളീയ സങ്കല്പത്തിൽ തന്റെ പ്രജകളെ കാണാൻ വർഷത്തിലൊരിക്കൽ മാവേലി തിരിച്ചെത്തുന്നു. അതിലാണ് ഓണത്തിന്റെ ഹൃദയം. പക്ഷെ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ഓണം ഒരുപോലെയല്ല ആഘോഷിക്കണത്, അല്ലേ? ഇവിടെ പാലക്കാട് വള്ളുവനാടൻ ഭാഗത്ത് മാദേവരെ വെച്ച് പൂജിക്കുന്ന പാരമ്പര്യമുണ്ട്. വടക്കൻ കേരളത്തിൽ ഓണപ്പൊട്ടൻ, ഓണത്താർ പോലുള്ള തനതായ ആചാരങ്ങളുണ്ട്. തൃക്കാക്കരയിലെ വാമനമൂർത്തി ക്ഷേത്രത്തിനും ഓണവുമായി പ്രത്യേക ബന്ധമുണ്ട്. അപ്പോൾ ഓണത്തെ ഒരു ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ മാത്രമായി ചുരുക്കുമ്പോൾ അതിൻ്റെ പിന്നിലെ പുരാണവും പാരമ്പര്യങ്ങളും നമ്മൾ മറന്നുപോവുകയല്ലേ ചെയ്യണത്? എല്ലാവരും ഓണം ആഘോഷിക്കട്ടെ, ജാതി മതഭേദമെന്നെ ആഘോഷിക്കട്ടെ, പക്ഷെ നമ്മുടെ റൂട്ട്സ് കൂടി അറിയട്ടെ. സദ്യ കഴിക്കാം, പൂക്കളമിടാം, ആഘോഷിക്കാം. പക്ഷെ നമ്മുടെ കുട്ടികളോട് ഒന്ന് ചോദിക്കാം, നമ്മൾ എന്താണ് ആഘോഷിക്കുന്നത്? കാരണം ഒരാഘോഷം എല്ലാവരുടേതുമാകാം, പക്ഷെ അതിൻ്റെ വേരുകൾ മറന്നുകൊണ്ട് അതിനെ നിലനിർത്താനാവില്ല, അല്ലേ? ഓണം ആഘോഷിക്കാം, ഓണത്തെ അറിയുകയും ചെയ്യാം, നമ്മുടെ വേരുകൾ അടുത്ത തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യാം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.